ആദം, ഈ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു ശീലമായാൽ പിന്നെ അതിനേക്കാളും സുഖമുള്ള മറ്റൊന്ന് ലോകത്തില്ല. അവിടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മറിയം എന്നെ അന്വേഷിച്ചാണ് വന്നിരുന്നത്. നീ എന്താ ഒന്നും പറയാതെ പോയത്? 2 ദിവസം കോളേജിലും കണ്ടില്ല. ഒന്നുമില്ല. ആരായിരുന്നു അത്? എന്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. അവൻ പ്രപ്പോസൽ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വീട്ടിലെല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. അപ്പൊ നീയും ഓക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ നിനക്ക് അവനോട് സ്നേഹമൊന്നുമില്ലേ മനസ്സിൽ? ഞാൻ ചോദിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളൊന്നും മിണ്ടാതെ അവിടെ ഒന്ന് പോയി. സർ, ബാക്കി പറ. സർ, ഇഷ്ടം പറഞ്ഞിട്ട് എന്തായി? അവൾക്ക് നേരത്തെ കല്യാണം ഉറപ്പിച്ചു, അവളുടെ ഒരു സുഹൃത്തുമായി. പക്ഷെ അവൾ പറഞ്ഞത്, അപ്പോ എനിക്കും നിന്നെ പിരിയാൻ പറ്റില്ല. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഒരുപാട് താമസിച്ചു പോയി. എത്ര നാൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നോട് തോന്നിയ സ്നേഹം അവനോട് എനിക്ക് തോന്നിയിട്ടില്ല. നീ വിഷമിക്കണ്ട. എത്ര ദിവസം ഉണ്ടെന്നറിയില്ല. പക്ഷെ ഉള്ള ദിവസം അത്രയും നിന്റെ സ്നേഹം എനിക്ക് വേണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഞങ്ങൾ പിന്നെയും സ്നേഹിച്ചു. പിരിയാൻ പറ്റാത്ത അത്രയും അടുത്തു. അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? എൻ്റെ ശബ്ദം കേട്ട് നീ ഉറങ്ങണം. നീ ഉറങ്ങോളമെന്നും ഞാൻ ഉറങ്ങിയില്ലല്ലോ. നീ ഉണർന്നു നോക്കുമ്പോഴും നിന്റെ കൂടെ ഉണ്ടല്ലോ. കസ്തൂരിമാരെ തേടുന്ന താരിണി. പക്ഷെ ഒരു ദിവസം അവളുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അപ്പോ സോറി, ഒരു ചെറിയ ആക്സിഡന്റ്, വേറെ കുഴപ്പമൊന്നുമില്ല. തലയിൽ ഒരു ചെറിയ മുറിവ് മാത്രം. പക്ഷെ ശരിക്കുമുള്ള പ്രശ്നം, ഫ്ലൈറ്റ് പിടിച്ചു വരുന്നത് ഞാൻ അറിഞ്ഞില്ല. അവൾ കല്യാണം കഴിക്കാൻ പോകുന്നവൻ വരുന്നു. തിരകേടു ചൊല്ലി മെല്ലെ ഇനിയേതു ജന്മം എങ്ങോ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും. സോറി അപ്പു. നാളെ അവളുടെ കല്യാണമാണ്. ഇനി അവൾ എൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ അവസാനമായി ഒരു പ്രാവശ്യം ഒന്ന് കാണണം. ഇഷ്കും തിരഞ്ഞ് അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ. വിഴൽ വീണിടും തുള്ളും നീലമാ തുള്ളിനുള്ളിലായി തുള്ളിക്കിനിഞ്ഞേ. മഴ മാറി നിന്ന് മരുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു സംസം. മഴ മാറി നിന്ന് മരുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു സംസം. അവൾ അവിടെ കല്യാണത്തിനും ഞാൻ ലോകം നാട് മുഴുവനും അവളെ സ്നേഹിച്ചു. അത് അവൾ പറഞ്ഞൊരു സ്ഥലത്തിന്റെ പേരും വെച്ചോണ്ട്. പിന്നെ അറിഞ്ഞത് അവൾ ദുബായ് പോയെന്നാണ്. സർ, അവര് വേറൊരാളെ കെട്ടി. അവര് കുടുംബമായി ജീവിക്കുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ അവരെയും കാത്തിരിക്കുന്നത്? സർ, ഇത് മണ്ടത്തരമല്ലേ?
അവർക്ക് സാറിനോട് അല്പമെങ്കിലും സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കില്ലായിരുന്നോ? അവർക്കത് സഹിക്കാൻ കഴിയുമായിരുന്നോ? ആര് പറഞ്ഞു വിളിച്ചില്ല എന്ന്? വിതരാർന്ന മാറിവിൽ ചിരിവീണ ചുണ്ടിലുള്ള ഒരു സാന്ധ്യഗീതമൗനം എൻ സ്നേഹ സാധകം. സാഹിബ 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 സാഹിബ